എല്ലാവർക്കും നമസ്കാരം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തുകകൾ ചെലവഴിക്കുന്ന ആളുകളെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഏകദേശം 2000-ങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പേർ ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കൈകോർക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. വിദേശത്ത് പോയി നല്ല രീതിയിൽ ജോലി സമ്പാദിച്ച് പണം സമ്പാദിച്ച ഒരുപാട് യുവ സംരംഭകരും അതുപോലെ തന്നെ വ്യവസായികളും ഒക്കെ തന്നെ ഈ ജീവകാരുണ്യ മേഖലയിലേക്ക് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു 2000-ങ്ങൾക്ക് മുൻപൊക്കെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇത്രയേറെ ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ പണം ചെലവഴിക്കുന്നതിന് വേണ്ടി യുവ സംരംഭകർ കടന്നു വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരക്കാർക്ക് അർഹിക്കുന്ന അംഗീകാരം സമൂഹം നൽകി കൂടുതൽ പേരെ ജീവകാരുണ്യ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല സംഘടനകളും നല്ല രീതിയിൽ പ്രചോദനമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അവാർഡിനെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ബാബാ സാഹിബ് അംബേദ്കർ വിശിഷ്ട സേവ നാഷണൽ അവാർഡ്, അങ്ങനെ ഒരു അവാർഡുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കേന്ദ്രതലങ്ങളിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്ന വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള അവാർഡ് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ അത് നൽകിയത് ചാലക്കുടിക്കാരനും ഇപ്പോൾ കല്ലേറ്റുങ്കരയിൽ താമസിക്കുന്ന ഷാജു വാലപ്പൻ എന്ന് പറയുന്ന ഒരു വ്യവസായിക്കാണ്. ഷാജു ചേട്ടനെ പറ്റി പറയുമ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചത്. ഒരുപാട് പേർക്ക്, അതായത് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം പൂവണിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കൾക്ക് ജോലി നൽകിക്കൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജു വാലപ്പൻ. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകിയതിൽ ഈ സംഘടനയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. കൂടുതൽ ആളുകൾ ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്കൊക്കെ കടന്നു വരുവാനും അശരണരെയും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രചോദനമായി ഇത്തരം അവാർഡുകൾ നിലകൊള്ളുമെന്നതിൽ സംശയമില്ല. മുൻ ചീഫ് വിപ്പ്, ഇരിഞ്ഞാലക്കുട മുൻ MLA തോമസ് ഉണ്ണിയാടൻ ഷാജു വാലപ്പൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ട ശ്രീ ഷാജു വാലപ്പനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളാകുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആദരിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ദീർഘനാളുകളായി ഗൾഫിൽ നല്ല നിലയിൽ ബിസിനസ് നടത്തുന്ന ഒരു പ്രവാസി ബിസിനസ്സുകാരൻ. ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊടുത്തു. ഒട്ടനവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് രോഗികളെ സഹായിക്കുന്ന ഒരു പ്രവണത പ്രിയപ്പെട്ട ശ്രീ ഷാജു വാലപ്പനുണ്ട് എന്ന് പ്രത്യേകം പറയട്ടെ. തന്നെയുമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അദ്ദേഹം കൃത്യമായി ഈ ചാരിറ്റി ചെയ്യുന്നതിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും മനസ്സിലാക്കി. അപ്പോൾ അനേക വർഷങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ ഈ മഹത്തരമായ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ഒരു പ്രത്യേകമായൊരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ നാമധേയത്തിലുള്ള ഒരു 2024 പുരസ്കാരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അങ്ങനെ 2024 നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിലുള്ള നാമധേയത്തിലുള്ള അവാർഡ് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി പ്രിയപ്പെട്ട ശ്രീ ഷാജു വാലപ്പന് നൽകുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നാടിനും അത് വലിയൊരു അഭിമാനമാണ്. അതുകൊണ്ട് ഈ നാടിനെ ഒട്ടനവധി വർഷം പ്രതികരിച്ച ഒരു MLA എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് പ്രതികരിച്ചുകൊണ്ട് ആ സർക്കാരിൽ ചീഫ് വിപ്പായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് സംസ്ഥാനത്തിൻ്റെ കൂടിയുള്ള ഒരു സ്നേഹവും സന്തോഷവും കൂടി അറിയിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കുന്നു. 1000 ആവുന്നു.